ഇവിടെ പലസ്തീന് നമുക്കറിയാം അന്താരാഷ്ട്ര അംഗീകാരമില്ല, സൈന്യമില്ല, തലസ്ഥാനമില്ല, ആകെയുള്ളത് ഈ വെസ്റ്റ് ബാങ്കും ഗസയും മാത്രമാണ്. ഗസയുടെ അവസ്ഥ നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളിലും. പക്ഷേ ഈ അംഗീകാരം അത് പ്രതീകാത്മകമാണ്. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇത് എത്രത്തോളം വലിയ ധാർമ്മികമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള എത്ര വലിയ പ്രസ്താവനയാണ്, എത്ര വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിന് എത്രത്തോളം ശക്തിയുണ്ട്? പ്രസ്താവന സാഹിത്യത്തിന് ഉപരിയായി യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ലോകരാഷ്ട്രങ്ങൾ വ്യക്തമാക്കുന്നില്ല. കാരണം ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ, ഐക്യരാഷ്ട്ര സംഘടനയിലെ ഈ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയൊന്നും ഇസ്രയേലിന് ആ രീതിയിൽ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അമേരിക്ക തങ്ങളോടൊപ്പം ഉണ്ട് എന്ന ആ ഒരു ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും എല്ലാം ചേർന്നാണ് ഇസ്രയേലിനെ മുന്നോട്ട് നയിക്കുന്നത്. അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങളുണ്ട്, ലോജിസ്റ്റിക്കൽ താല്പര്യങ്ങളുണ്ട്, സുരക്ഷാ താല്പര്യങ്ങളുണ്ട്. അതുമാത്രമല്ല അറബ് ലോകത്തെ ഒരു ശത്രുവിനെ, അറബ് ലോകത്തിൻ്റെ മധ്യത്തിൽ ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അറബ് ലോകത്ത് അമേരിക്കയ്ക്ക് താവളങ്ങളുമായി മുന്നോട്ട് പോകാനാവൂ. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ പണ്ടത്തെ ഗതകാല പ്രതാപത്തിൻ്റെ ഒരു നിഴൽ മാത്രമായി ഇരിക്കുന്ന സമയത്ത് ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗരാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇസ്രയേലിനെ അംഗീകരിക്കുന്നത് നിർത്തി എങ്കിൽ പോലും ഇസ്രയേൽ കാര്യമായി പരിക്കുണ്ടാകാൻ സാധ്യതയില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിൽ ബെയിൽ ഇറ്റ് ഔട്ട് എന്നൊരു ചിന്തയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അറബ് ലോകത്തെയും ഇസ്രയേലിനെയും ചേർത്തുകൊണ്ട് അബ്രഹാമിക കരാറുകളുമായി മുന്നോട്ട് പോകുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വിശാലമായ പദ്ധതി, അതിനകത്തൊരു ബിസിനസ് കണ്ണുകളാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. അതിന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അറബ് ലോകത്ത് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ വരുന്ന പാളിച്ചയാണ് പലപ്പോഴും ഇസ്രയേലെ നിയന്ത്രിച്ചു നിർത്താൻ അറബ് ലോകത്തിന് കഴിയാതെ ഇരിക്കുന്നത്. അത് പല ആവർത്തി ചരിത്രത്തിൽ തെളിഞ്ഞതുമാണ്. അതുകൊണ്ടാണ് ഇസ്രയേലിന് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഭൗമരാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ഉണ്ടായില്ല എങ്കിൽ ഈ ഗതി തുടരാനാണ് സാധ്യത. പക്ഷേ പലസ്തീനിയൻ ഒരു കോസിന് വേണ്ടി ഇപ്പോൾ കൂടുതലായി ഇപ്പം മറന്നിരുന്ന ഒരു പലസ്തീൻ കോസ് ഒക്ടോബർ 7, 2023 ആക്രമണത്തോടു കൂടി വീണ്ടും സജീവമായി. എന്താണോ ലോകം മറക്കണമെന്ന്, അറബ് രാജ്യങ്ങൾ, അറബ് ലോകം മറക്കണമെന്ന് ഇസ്രയേൽ ആഗ്രഹിച്ചോ, അതാണ് പലസ്തീനിയൻ കോസ്. ആ കോസ് പൂർവാധികം ശക്തിയായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയോടൊപ്പം തന്നെ സമാധാനം വരുന്നു എങ്കിൽ അത് വരുന്നത് 2 രാജ്യ പരിഹാരം നടപ്പിലാക്കിക്കൊണ്ടാണ് എങ്കിൽ ഒരുപക്ഷെ ഈ യുദ്ധത്തിനൊരു അർത്ഥമുണ്ടാകും. അതുകൊണ്ട് 65,000-ൽ പരം ആളുകൾ ഇവിടെ പൊരിഞ്ഞു വീണു. അനേക കൊച്ചുകുട്ടികളും മാതാക്കളും ഉൾപ്പെടെയുള്ള വലിയ ഒരു വിഭാഗത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. 1,65,000 പേരോളം അംഗഭംഗം വന്നു നിൽക്കുന്നു. ആ പ്രദേശം ഗാസ എന്ന ആ ഒരു 365 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഒന്നിനും കൊള്ളാത്ത ഭൂമിയായി കംപ്ലീറ്റ്ലി മരുഭൂമിയായി മാറിയിരിക്കുന്നു. എല്ലാ കെട്ടിടങ്ങളും ഏതാണ്ട് താറുമാറായിരിക്കുന്നു. അങ്ങനെയുള്ള ഇടത്ത് ഒരു റിവിയറ അല്ലെങ്കിൽ ഒരു ഉല്ലാസ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഹബ് ഉണ്ടാക്കിയെടുക്കുക എന്നതൊന്നും ആ രീതിയിൽ ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല എന്ന് അമേരിക്കയ്ക്കും അറിയാം, ലോകരാജ്യങ്ങൾക്കും അറിയാം. അതൊന്നും ആ രീതിയിൽ നടക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല ഗാസയിലെ ആളുകൾ, ഇപ്പോഴും അവശേഷിക്കുന്ന 22 ലക്ഷത്തിൽ പരം ആളുകൾ, അവരുടെ പുനരധിവാസം, ഇതെല്ലാം ഒരു ലോക മനസാക്ഷിയുടെ തന്നെ ഒരു വിഷയമായി വന്നിരിക്കുന്നു. പക്ഷെ കൃത്യമായ ഒരു പദ്ധതിയുമായി നാളിതുവരെ ഐക്യരാഷ്ട്ര സംഘടനയോ ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല. അനേക പദ്ധതികൾ, ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ അനേക പദ്ധതികളുമായി മുന്നോട്ട് വരുന്നു. പക്ഷെ ഒരിക്കൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം എന്ന രീതിയിൽ അമേരിക്ക കൂടെ തത്വത്തിൽ അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇസ്രയേലിന് അത് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അതിന് ഒരുപാട് ദൂരം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇസ്രയേൽ അവസാന പുഷ് എന്ന നിലയിൽ ഹമാസിനെ ഫിനിഷ് ചെയ്യുക എന്ന ഒരു വ്യാജേന പരമാവധി നാശനഷ്ടങ്ങൾ ഈ അടുത്ത ദിവസത്തിനുള്ളിൽ ഏതാണ്ട് ഫൈനൽ എൻസർക്കിളിംഗ് ആണ്. ഇപ്പോൾ ഗാസ സിറ്റിയുടെ ഏതാണ്ട് പൂർണ്ണമായ ഭാഗങ്ങൾ ഇസ്രയേലിൻ്റെ കൈവശമാവുകയോ അല്ല എങ്കിൽ ഇസ്രയേൽ വളഞ്ഞു വെക്കുകയോ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഏത് നിമിഷവും അത് ഗാസ സിറ്റി പൂർണ്ണമായി ഇസ്രയേലിൻ്റെ കൈപ്പിടിയിലായി കഴിഞ്ഞാൽ ആ ഗാസ എന്ന പ്രദേശത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രയേലിൻ്റെ കയ്യിലേക്ക് വരികയാണ്. വെസ്റ്റ് ബാങ്ക് ഓൾറെഡി ഇസ്രയേലി ഓക്യുപ്പൈഡ് എന്ന് പറയാനാവില്ല എങ്കിലും അവിടെ ഒരു സ്വാതന്ത്ര്യവുമില്ല. അത് ഇസ്രയേലിനെ അംഗീകരിച്ചുകൊണ്ട് മുഹമ്മദ് അബ്ബാസിനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനും ഇസ്രയേലിനെ അംഗീകരിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ നോക്കൂ. പിന്നെ അവശേഷിക്കുന്ന ജെറുസലേം എന്ന നഗരമാണ്. അത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും എല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട പുണ്യ നഗരമായ ജെറുസലേം. ആ ജെറുസലേം തലസ്ഥാനമാക്കിക്കൊണ്ട് ഇപ്പോൾ അറബി വിഭാഗത്തിൻ്റെ കയ്യിലാണ് കിഴക്കൻ ജെറുസലേം. അതുൾപ്പെടെ കംപ്ലീറ്റ് ജെറുസലേം തലസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്ര പാലസ്തീനിയൻ ഒരു പരിഹാരം എന്ന നിലയിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രമേയം വരികയും 5 രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയിലെ P5 പെർമനന്റ് 5 ഇൻ ദ സെക്യൂരിറ്റി കൗൺസിൽ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്,
ആൻഡ് റഷ്യ, ചൈന, ഈ 5 രാജ്യങ്ങളും, അതിൽ 4 രാജ്യങ്ങൾ ഇപ്പോൾ ഈ കോസിനോടൊപ്പമാണ്. അമേരിക്ക കൂടി രംഗത്ത് വന്നെങ്കിൽ മാത്രമേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ എന്നതാണ് യാഥാർത്ഥ്യം.